GT എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിൽ പാസ്റ്റ് ടെൻസിലെ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, ഇത് ഭൂരിഭാഗം ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് ഏത് ടൈമിലാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ. നമുക്ക് ഏറ്റവും ഷോർട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, റൈറ്റ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് പോവാം. ഒരു എക്സാമ്പിൾ, ഐ ഹാഡ് ഗോൺ ടു സ്കൂൾ യെസ്റ്റർഡേ. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് എങ്ങനെയാണ്? ഞാൻ ഇന്നലെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ അതിന് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പൊ പാസ്റ്റിൽ സംഭവിച്ച ഒരു കാര്യം, പാസ്റ്റിൽ ഞാൻ ചെയ്ത ഒരു കാര്യം, പക്ഷെ അതിന്റെ യാതൊരുവിധ റിസൾട്ടും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു, 20 വർഷം മുമ്പ് ഞാൻ തൊട്ടടുത്തുള്ള ഞാൻ പഠിച്ച സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ അവിടെ പോയിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള മീനിങ്ങിലാണ് ഈ ഒരു ടെൻസ് ഉപയോഗിക്കുക. അപ്പൊ അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. ഐ ഹാഡ് വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് ഇയർ. ഞാൻ കഴിഞ്ഞ വർഷം മുംബൈ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നാം, അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് എവിടെയാണ് ഉപയോഗിക്കുക? പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് ഐ ഹാവ് വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് ഇയർ. ഞാൻ മുംബൈയിൽ കഴിഞ്ഞ വർഷം വിസിറ്റ് ചെയ്തിട്ട് ഉണ്ട്, പക്ഷെ ഇപ്പൊ എനിക്ക് മുംബൈയിലേക്ക് പോകാൻ അറിയാം, അല്ലെങ്കിൽ മുംബൈയിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് യൂസേജ്. പാസ്റ്റ് പെർഫെക്റ്റിൽ എങ്ങനെയാ? ഐ ഹാഡ് വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് ഇയർ. പക്ഷെ ഞാൻ കഴിഞ്ഞ വർഷം മുംബൈ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് മുംബൈയിലെ വഴികളെ കുറിച്ചോ അതിനെ കുറിച്ചൊന്നും യാതൊരു ഓർമ്മയുണ്ടായിരുന്നു. ഇങ്ങനൊരു യൂസേജിലാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഇനി ഇത് കൂടി പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഐ ഹാഡ് സ്റ്റഡീഡ് ദിസ് ലെസൺ ലാസ്റ്റ് ഇയർ ബട്ട് ഐ ആം നോട്ട് ഏബിൾ ടു റിമെമ്പർ നൗ. ഞാൻ ഈ ലെസൺ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ എനിക്ക് ഇത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഈ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, എന്നാൽ ഈ ഭാഗം എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ നമുക്ക് ടെൻസുകൾ നമ്മൾ പഠിക്കുന്നത് നമുക്ക് തെറ്റുകൂടാതെ എഴുതാനും സംസാരിക്കാനും, ഗ്രാമാറ്റിക്കലി തെറ്റുകൂടാതെ എഴുതാനും സംസാരിക്കുന്ന ടെൻസുകൾ നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു ജനറൽ ഫോമിലേക്ക് നമുക്ക് പോവാം. ഇറ്റ്സ് വെരി സിമ്പിൾ. ദ ജനറൽ ഫോം ഓഫ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഈസ് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. ഇപ്പൊ വെർബിന്റെ V3 ആണ്. V1 V2 V3. ഗോ, വെന്റ് എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് V2 ഫോം. ഗോൺ എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് V3. ഓക്കെ, റൈറ്റ്, റോഡ്, റിട്ടേൺ. ഇപ്പൊ ഇവിടെ നമ്മൾ റൈറ്റ് എന്ന് പറഞ്ഞ വെർബ് ഉപയോഗിക്കണേ എങ്ങനെ വരും? ഐ ഹാവ് റിട്ടൺ, ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ, ഐ ഹാഡ് ബോട്ട് എ പെൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ജനറൽ ഫോം ഒന്നുകൂടി പറയാം. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. അപ്പൊ ഇവിടെ I had gone to school yesterday, they had gone to school yesterday, she had gone to school yesterday, he had gone to school yesterday, Raju had gone to school yesterday, Leda had gone to school yesterday, you had gone to school yesterday, we had gone to school yesterday. അപ്പോൾ ഏത് സബ്ജക്റ്റ് ആയാലും had plus V3 ഫോം ഓഫ് ദ വെർബ്. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഒന്നും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ടെൻസിനെ കുറിച്ച് നമുക്ക് വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ നമ്മളിതൊരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ടും ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ളതിൽ നമ്മൾ ഇത്രയും പറഞ്ഞു. മറ്റു ദിവസം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് റൺസ് സൈനിങ് ഔട്ട്.